ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഒരു വിചിത്ര ഉത്തരവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതിയുടേതാണ് തീരുമാനം. നിയമവിരുദ്ധമാണെങ്കിലും തീരുമാനവുമായി മുന്നോട്ടു പോകാൻ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ പറഞ്ഞു. വന്യമൃഗശല്യം കാരണം കർഷകർക്ക് ജീവിക്കാനാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ക്ഷമ കെട്ടിട്ടുണ്ടാവും, പക്ഷേ നിയമവിരുദ്ധമല്ലേ എന്നതാണ് ചോദ്യം. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ്. കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തത്. അതൊരു വൈകാരികമായ തീരുമാനമല്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേന എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുള്ള തീരുമാനമാണ്. ആ തീരുമാനം ഐക്യകണ്ഠേനാണ് പഞ്ചായത്ത് സ്വീകരിച്ചത്. സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ് തോമസ്, ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പഞ്ചായത്ത് സമിതി എടുത്ത തീരുമാനം നിയമവിരുദ്ധമാണ് എന്നത് അവർക്ക് തന്നെ അറിയാം. ഈ പ്രത്യേകിച്ച് ഈ കാട്ടുപോത്തോ കടുവയോ പുലിയോ കാണും ഇവർ വെടിവെച്ച് കഴിഞ്ഞാൽ അകത്തു പോവും. ചെറിയ കേസല്ല, മനുഷ്യനെ കൊല്ലുന്നതിനോളം വകുപ്പ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. എന്നിട്ടും ആ റിസ്ക് എടുക്കാനാണോ പഞ്ചായത്തിന്റെ തീരുമാനം? പഞ്ചായത്തുകാർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ? സിനോജ്, ക്ഷമ കെട്ടിട്ടുണ്ടാവും, അത് സത്യമാണ്. ഗൗരവം മനസ്സിലായിട്ടുണ്ട് അരുൺകുമാർ. അതുതന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണെന്ന് അറിയാം, എങ്കിൽ കൂടി ഈ തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇത് CPM ഭരിക്കുന്ന CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ക്ഷമ കെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഈ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ എന്ന് പറയുന്നത്. അവിടെയുള്ള 9 വാർഡുകളും വനാതിർത്തി പങ്കിടുന്ന വാർഡുകളാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജനങ്ങളും ഈ വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കൃഷികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. നമ്മൾ തന്നെ പലവട്ടം അവിടെ പോയി വാർത്തകൾ ചെയ്തതാണ്. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായ ഘട്ടത്തിൽ പോലും അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതാണ്. അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെയുള്ള UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്ന് പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എംപാനൽ ഷൂട്ടേഴ്സ് ഉള്ള, അതായത് കാട്ടുപന്നികളെ വെടിവെക്കാൻ അധികാരമുള്ള അനുമതിയുള്ള ടോക്കൺ ലൈസൻസ് ഉള്ള ആളുകളുള്ള പഞ്ചായത്ത് കൂടിയാണ് ചക്കിട്ടപ്പാറ. 21 പേരുടെ ഒരു ഷൂട്ടേഴ്സ് പാനൽ ലിസ്റ്റാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ആ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ മറ്റ് പഞ്ചായത്തിലെ ആളുകൾ പോയിട്ട് പന്നികളെ വെടിവെച്ച് കൊല്ലുന്നത്. അതുകൊണ്ട് ആ 21 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഷൂട്ടേഴ്സ് ലിസ്റ്റ് അവർ തയ്യാറാക്കി അംഗീകാരം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കാട്ടുപന്നികളെ വെടിവെക്കാം, നേരത്തെ പറഞ്ഞതുപോലെ മാന് അല്ലെങ്കിൽ മുള്ളംപന്നി അല്ലെങ്കിൽ ഈ ആന, കടുവ, പുലി ഇതൊക്കെ തന്നെ അവിടെ ഇറങ്ങുന്നതാണ് നാട്ടിലേക്ക്. അതിനെ വെടിവെച്ചാലുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. വനംവകുപ്പ് ഓടിയെത്തും, ആ വെടിവെച്ചവനെയും ഈ തീരുമാനമെടുത്തവരെയും പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് നിയമപ്രശ്നമാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി വെടിവെക്കുമെന്നല്ല, അതൊരു പ്രതിഷേധത്തിൻ്റെ സൂചന കൂടിയാണ്. ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഞങ്ങൾ വെടിവെക്കും എന്നൊരു തീരുമാനം ഭരണസമിതി എടുക്കാൻ കാരണം അത്രയധികം സഹികെട്ടിരിക്കുകയാണ് അവിടുത്തെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോലും ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഗതികേട് കൊണ്ടെടുത്ത ഒരു തീരുമാനം കൂടിയാണ്. കാരണം 9 വാർഡുകളിലെ ജനങ്ങൾക്ക് ജീവിക്കാനോ കൃഷി ചെയ്യാനോ പറ്റുന്നില്ല.